ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ എന്തൊക്കെ ചക്കര വിശേഷങ്ങൾ? സുഖമാണോ? സുഖമാണ് ഗൈസ്, ഞങ്ങൾക്കും സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണ്. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കര? ഇന്ന് നമ്മളൊരു സാധനം ഉണ്ടാക്കാൻ പോകുന്നത്. തിന്നണ സാധനം ഒന്നല്ല കേട്ടോ. എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ഞാൻ തന്നെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ചക്കരയെ കൊണ്ട് അതിനൊന്നും പിന്നെ പണിയെടുക്കാനൊന്നും പറ്റൂല. പണിയെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ടാണ് കേട്ടോ. ചക്കരയും കൂടെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഞാനിപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് സ്ഥലം കണ്ടോ, ഇങ്ങോട്ടൊക്കെ ഒരുപാട് ഫ്രീ ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട് നമ്മുടെ വീട്ടു പറമ്പിൽ തന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണമെങ്കിൽ ഇവിടെ കൃഷി ചെയ്ത് ഇടാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെ ഉള്ളത്. കുറച്ച് സാധനങ്ങൾ കൃഷി ചെയ്താലോ എന്ന് ആലോചിക്കാനുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ തുടക്കമായിട്ട് ഒരു 4-5 ദിവസം മുന്നേ ആയിട്ട് കുറച്ച് മുളകിൻ്റെ വിത്തുകൾ പാകിയിട്ട് തൈ മുളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അതിൻ്റെ ഉള്ളിലുണ്ട്, തൈ മുളച്ച് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് പച്ചക്കറി കൃഷിയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ചെയ്താലോ എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വാങ്ങുന്ന ഒരുപാട് സാധനങ്ങൾ പച്ചക്കറി കടയിൽ നിന്ന് പുറത്തുനിന്നാണ് വാങ്ങുന്നത്. പക്ഷേ ഈ സാധനങ്ങളൊക്കെ വരുന്നത് പല സ്റ്റേറ്റുകളിൽ നിന്നും പിന്നെന്താണ് മരുന്നുകളും കാര്യങ്ങളൊക്കെ തളിച്ചിട്ട് വളമടിച്ചിട്ടൊക്കെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു സാധനങ്ങൾ നമ്മൾ വാങ്ങി കഴിക്കണേക്കാളും നല്ലത് നമുക്ക് എല്ലാം ഇങ്ങനെ വിഷമില്ലാത്തതോ അല്ലെങ്കിൽ മരുന്ന് പ്രയോഗം ചെയ്യാത്തതോ വാങ്ങി കഴിക്കാൻ പറ്റുമെന്നോ പറയണില്ല. എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്നത് നമുക്ക് ചെയ്താൽ എന്തായി, നമ്മുടെ പിന്നെ ആവശ്യത്തിനുള്ള നമുക്ക് കിട്ടും. ഇപ്പോൾ തക്കാളി, അതേപോലെ വഴുതന, മുളക്, വെണ്ടയ്ക്ക, ഇങ്ങനെ സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ കൃഷി ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 2-3 ദിവസം മുന്നേ ആയിട്ട് കുറച്ച് പച്ചക്കറി വിത്തുകളും ഞാൻ ശേഖരിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ തക്കാളി, വെണ്ടയ്ക്കയും വഴുതനങ്ങ, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്, ചീര, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, കൃഷി ഒന്ന് ചെയ്താലെന്നൊരു ആഗ്രഹമുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിചാരിക്കണം. കാരണം നമുക്ക് ഈ പറഞ്ഞ ഒന്നാമത്തെ സംഭവമാണ് സ്ഥലം, പിന്നെ അതേപോലെ തന്നെ വെള്ളം. ഇത് രണ്ടും നമുക്കുണ്ട്. അതാ കുഴൽക്കിണർ അവിടെ അടിച്ചിട്ടുണ്ട്, വെള്ളമുണ്ട്. പിന്നെ അതേപോലെ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇനിയിപ്പോൾ സ്ഥലം ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ മട്ടുപ്പാവിലോ ചെറിയ ഗ്രോ ബാഗിലായാലും കൃഷി ചെയ്യാം. നമുക്കിവിടെ സ്ഥലം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇന്ന് അതിന് മുന്നോടിയായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് വളം ഉണ്ടാക്കാൻ പോവാണ്. നമുക്ക് വളം എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഞാൻ നിങ്ങളിപ്പോൾ നോക്കിയേക്കാണ്. നോക്ക്, നമ്മളെ ഈ വീടിൻ്റെ ചുറ്റുപാട് ഈ തൂത്ത് കൂട്ടിയിരുന്ന ഫുള്ള് കരിയിലകളുള്ള സ്ഥലമാണ് കേട്ടോ. കണ്ടോ എന്തുമാത്രം കരിയിലുണ്ടെന്ന്. ഈ ഉണക്ക കരിയില കൊണ്ട് നമ്മളിന്ന് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. കരിയില കമ്പോസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മളെ കരിയിലയും പിന്നെ പച്ചിലയൊക്കെ ഇട്ടിട്ട് അത് ജീർണിച്ച് ഉണ്ടാക്കുന്ന ഒരു വളത്തിനെയാണ് നമ്മൾ കരിയില കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വളപ്പ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇന്നോ നാളെ നമുക്ക് എടുക്കാൻ കഴിയില്ല. ഏകദേശം ഒരു 5-6 മാസം അല്ലെങ്കിൽ ഒരു 3-4 മാസത്തിന് ശേഷം, ഒരു 3 മാസമൊക്കെ തന്നെ എത്ര മാക്സിമം വരുള്ളൂ, അതിനുള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 3-4 മാസത്തിനുള്ളിൽ നമുക്ക് നല്ല വളമായി കിട്ടും. അപ്പോൾ ഈ ഒരു വളം നമുക്ക് എന്ത് ചെയ്യാം, ഇനി മഴക്കാലത്തോട്ടൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ കൃഷി ചെയ്യുമ്പോൾ ഈ കൃഷിയിലൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല വിളവും പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യാൻ വിചാരിച്ചു, കുറച്ച് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതിനായിട്ടുള്ളത് കരിയില മാത്രം മതി. നമ്മളെ ഈ വീട്ടുമുറ്റത്തുള്ള കരിയിലൊക്കെ എടുത്ത് നമ്മൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണ്ട, നമ്മൾ കത്തിച്ച് വേസ്റ്റാക്കുകയും വേണ്ട, നമ്മളെ വീട് വൃത്തിയാവും, പറമ്പൊക്കെ വൃത്തിയാവുകയും ചെയ്യും, വളം ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടത് കുറച്ച് കരിയില, അതേപോലെ തന്നെ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന കുറച്ച് പച്ചിലകൾ, പിന്നെ അതേപോലെ തന്നെ കഞ്ഞിവെള്ളത്തിൻ്റെ വെള്ളം വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 2-3 ദിവസം മുന്നുള്ള കഞ്ഞിവെള്ളം ഉമ്മാനോട് മാറ്റി വെക്കാൻ പറഞ്ഞിട്ട് അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുളിച്ച കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ ഒഴിക്കുമ്പോൾ പെട്ടെന്ന് അതിനകത്ത് ഈ ചെറിയ ഈ പ്രാണികൾ, ജീവികളില്ലേ, ചെറിയ പുഴുക്കൾ, അത് വന്നാൽ മാത്രമേ ഇത് വിഘടിച്ച് ജീർണിച്ചിട്ട് വളമാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പുളിച്ച കഞ്ഞിവെള്ളം ഒഴിക്കണത്. അല്ലാത്ത പക്ഷം തൈര് ഒഴിക്കാമെന്ന് കേട്ടിട്ടുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിൽ പച്ചവെള്ളം ആയാലും മതി എന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കഞ്ഞിവെള്ളം നമുക്ക് കിട്ടാത്തതൊന്നുമല്ല, കിട്ടുന്ന സാധനമാണല്ലോ. അപ്പോൾ അതും എന്ത് ചെയ്തിട്ടുണ്ട്, അതോടെ മാറ്റിയൊരു ബക്കറ്റിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് ആ പ്രോസസ്സിങ്ങിലോട്ട് പോയാലോ ചക്കരെ? യെസ്, നമുക്കൊന്ന് കണ്ടോക്കാം കേസ് ശരി. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇതേപോലെ കമ്പോസ്റ്റ് ഉണ്ടാക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ടാൽ ഞാൻ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് കരിയില നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് പച്ചിലകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ കരിയിലേൻ്റെ കൂടെ പച്ചില എടുക്കണമെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് ഒരു ചാക്കാണ് കേട്ടോ. ചാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ചണച്ചാക്കാണ്. അപ്പോൾ ചണച്ചാക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ റേഷൻ കടയിലോ പിന്നെ അവിടെയൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ 10-20 രൂപയ്ക്ക് ചാക്ക് കിട്ടും. അപ്പോൾ ചണച്ചാക്ക് എന്തിനാണ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വായുസഞ്ചാരം നല്ലപോലെ കിട്ടാനാണ് ചണച്ചാക്ക് എടുക്കുന്നത്. നമുക്കിപ്പോൾ അത് കിട്ടാത്തതുകൊണ്ട് നമ്മൾ നല്ലൊരു അരിയുടെ ചാക്കാണ് കേട്ടോ എടുത്തേക്കുന്നത്. അത്യാവശ്യം കട്ടിയുള്ള കുഴപ്പമില്ലാത്ത ചാക്കാണ്. അപ്പോൾ ഈ ഒരു ചാക്ക് ഉണ്ടെങ്കിൽ ഇതിലായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് അത് ചെയ്യാനുള്ളത്, ഇതിലേക്ക് നമുക്ക് ഈ ഒരു കരിയില നിറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ കരിയില നിറയ്ക്കുന്നത് ഞാൻ കാണിച്ചു തരാം. എല്ലാം പാടെ നമ്മൾ ഒരുമിച്ചല്ല നിറയ്ക്കണത് കേട്ടോ. അപ്പോൾ കരിയില ഏതായാലും മതി. ഇപ്പോൾ പ്ലാവിൻ്റെതോ മാവിൻ്റെതോ തേക്കിൻ്റെതോ റബ്ബറിൻ്റെ ഇലകളോ ഏത് ഇലകളായാലും നമുക്ക് കരിയില നമുക്ക് ഇതിനകത്തേക്ക് ഇടാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ തവണ കരിയില ഇടുമ്പോഴും ഇത് നല്ലപോലെ പ്രസ് ചെയ്ത് അമർത്തി കൊടുക്കണം കേട്ടോ. അമർത്തി കൊടുത്തതിന് മാത്രം ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു അളവെന്ന് പറയുമ്പോൾ നമ്മളൊരു 60-70% കരിയിലയാണ് നമുക്ക് ആവശ്യം. ബാക്കി ഒരു 30-40% നമുക്ക് പച്ചില മതി.
അപ്പോൾ നമ്മളുള്ള കരിയിലകളൊക്കെ ദേ ഒരു കാൽഭാഗത്തോളം നമ്മൾ ഇതിലേക്ക് നിറയ്ക്കുകയാണ്. നല്ലപോലെ ഇതിലിപ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കുക. ഒരു കാൽഭാഗത്തോളം ഞാൻ ഇതിൽ നിറച്ചിട്ടുണ്ട്. ഇനി നമ്മളടുത്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ലെയറായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു കാൽഭാഗം നമ്മൾ കരിയില നിറച്ചതിന് ശേഷം നമ്മൾ പച്ചില നമ്മൾ ഇതിലേക്ക് ഇടാൻ പോവുകയാണ്. അപ്പോൾ പച്ചില ഇടുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നൈട്രജൻ കണ്ടൻറ്റ് ഈ ഒരു പച്ചിലകളിൽ ഒരുപാടുണ്ടാവും. അതിപ്പോൾ നമ്മളെ വീട്ടിലുള്ളത് പിന്നെ പച്ച പുല്ലുകളോ ഇനിയിപ്പോൾ ചീമക്കൊന്നയൊക്കെ ആണെങ്കിൽ ചീമക്കൊന്നയൊക്കെ നല്ല സാധനമാണ് ഈ നൈട്രജൻ കണ്ടൻറ്റ് നിലനിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചീമക്കൊന്ന് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വാഴേൻ്റെ കുറച്ച് ഇലയുണ്ട്, ഇത് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഇതിലേക്ക് ഇടാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് ആദ്യം കുറച്ച് നമ്മൾ ഈ നിറച്ച് ഇത്രയും കാൽഭാഗമാക്കി കരിയിലയിൽ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കണം. കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ തന്നെ ചാണകവെള്ളമൊക്കെ ആണെങ്കിൽ അത് നമ്മുടെ ഇതിൻ്റെ പിന്നെ വിഘടനത്തിന് ഏറ്റവും ബെറ്റർ. തൈര് പുളിപ്പിച്ചത് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്കിവിടെ കഞ്ഞിവെള്ളം ഉള്ളതുകൊണ്ട് നമ്മൾ അതാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ അവർ ഈർപ്പ് എപ്പോഴും നിലനിൽക്കണം, എന്നാൽ മാത്രമേ ഇത് കൃത്യമായിട്ട് കമ്പോസ്റ്റ് ആയിട്ട് മാറത്തുള്ളൂ. അപ്പോൾ നമ്മൾ എടുത്ത കഞ്ഞിവെള്ളം അവിടെ ഇരിക്കുന്നുണ്ട്, അത് ഞാൻ എടുത്തുകൊണ്ട് വരാം. അപ്പോൾ നമ്മളിവിടെ ചാണകവെള്ളമോ സ്ലറി കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, നമ്മളിവിടെ ഈ പുളിപ്പിച്ച കഞ്ഞിവെള്ളം തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ പച്ചക്കറീൻ്റെ വേസ്റ്റുകളുണ്ട്, അതായത് മീൻ വെള്ളം അങ്ങനത്തെ സാധനങ്ങൾ ഇടാൻ പാടില്ല, കാരണം ഉറുമ്പും ചെറിയ പ്രാണികളും കയറും, അത് പാടില്ല. നമുക്കിപ്പോൾ ഈ ഉള്ളിത്തൊലിയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ചെറിയ എന്തെങ്കിലും തോലുകൾ വേസ്റ്റുകളൊക്കെ അതൊക്കെ ആണെങ്കിൽ ചേർക്കാം. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലെയർ ഇട്ടതിന് ശേഷം നമ്മൾ ഇത് കണ്ടില്ലേ കുറച്ച് കഞ്ഞിവെള്ളം ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് തളിച്ചു കൊടുക്കുകയാണേ. കാണിച്ചു കൊടുക്കരെ കണ്ടോ, ഇങ്ങനെ കുറച്ച് കഞ്ഞിവെള്ളം ഇതിലേക്ക് തളിച്ചു കൊടുക്കുകയാണ്. ഇത് പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ്, ഇതൊരു 3-4 ദിവസം നമ്മൾ വെച്ച് പഴകിയ കഞ്ഞിവെള്ളമാണ്. കണ്ടില്ലേ, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് നനച്ചു കൊടുക്കുക. ഈ ഒരു ഈർപ്പം നിന്നാൽ മാത്രം മതി, വല്ലാതെ നിറയോ കാര്യങ്ങളൊന്നും വേണ്ട, ഇത്ര ഈർപ്പം ഉണ്ടാക്കി കൊടുത്താൽ മാത്രം മതി. കണ്ടോ, ഒരു ഈർപ്പം നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ വാഴേൻ്റെ ഇലയൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ, നിങ്ങളുടെ വീട്ടിലിപ്പോൾ ഒരുപാടധികം കരിയില ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒറ്റ ട്രിപ്പിൽ തന്നെ എന്ത് ചെയ്യാം, ഇത് ഫുള്ളായിട്ട് നിറച്ച് ഇന്ന് തന്നെ കെട്ടി വയ്ക്കുക, പിന്നെ തുറക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ അധികമാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്തൊരു ചാക്കെടുത്തതിന് ശേഷം അതിൽ മാത്രം നിറച്ചാൽ മതി. വീണ്ടും നാളെയോ മറ്റന്നാളോ അതിൻ്റെ പിറ്റേന്നൊക്കെ ഇങ്ങനെ അടിച്ചുവാരി കൂട്ടുന്ന കരിയിലുണ്ട് വീണ്ടും ഫില്ല് ചെയ്യാൻ നിൽക്കേണ്ട കേട്ടോ. നിങ്ങൾ പുതിയൊരു ചാക്കെടുത്തിട്ട് വീണ്ടും ഇതേപോലെ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഒരു സമയം ചെയ്യുന്നത് ആ സമയത്ത് തന്നെ എന്ത് ചെയ്യാം, ഫുള്ളായിട്ട് ചെയ്തിട്ട് അതങ്ങോട്ട് ക്ലോസ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് ചെറുതാക്കി എടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ആദ്യം കുറച്ച് ചീമക്കൊന്നൻ്റെ ഇല നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വാഴേൻ്റെ ഇല, ഒരു വാഴയുടെ ഇലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഈ പച്ചില വെച്ചതിലേക്ക് കുറച്ചുകൂടി കഞ്ഞിവെള്ളം നമ്മൾ ഒന്ന് തളിച്ചു കൊടുക്കുകയാണ്. മതി. അതിനുശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത ലെയർ ഇടാൻ പോകാൻ കേട്ടോ, കരിയിലേൻ്റെ. അപ്പോൾ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ പോലെ വീണ്ടും കുറച്ചുകൂടി കരിയില നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ അമർത്തി വെച്ച് കൊടുക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ കരിയില ഇഷ്ടംപോലെ ഉണ്ടല്ലേ ചക്കര, ഇവിടെ കണ്ടമാനം കരിയിലുണ്ട്, അതുകൊണ്ട് കരിയിലയ്ക്ക് യാതൊരു പഞ്ഞവും ഇല്ല കേട്ടോ. പ്ലാസ്റ്റിക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കി കൊടുക്കാൻ മറക്കണ്ട. പ്ലാസ്റ്റിക്കോ ചെറിയ കവറുകളൊക്കെ ഉണ്ട്. എന്താ ചക്കര, ഫുള്ള് മരങ്ങളാണ് നമുക്കിവിടെ. വീണ്ടും നമ്മൾ അടുത്തൊരു ലെയർ കൂടി കരിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോ ലെയർ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ പോലെ വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഞ്ഞിവെള്ളം ഇല്ലെങ്കിൽ നിങ്ങൾ പച്ചവെള്ളം യൂസ് ചെയ്തോ കേട്ടോ, അതൊന്നും പ്രശ്നമില്ല. ഓക്കെ, നമുക്ക് വീണ്ടും പച്ചില ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പിന്നെ ഒരു 90 ദിവസം, അതായത് ഒരു 3 മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല അടിപൊളി വളം കിട്ടും. ഇനിയിപ്പോൾ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സാധനം വളമായി മാറുമ്പോൾ ഇത് നമ്മൾ ഒരു ചാക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ വളം. പക്ഷേ അത് മതി. നമ്മുടെ ചെടികളിലൊക്കെ നൈട്രജൻ കണ്ടന്റ് അളവ് കിട്ടാനാണ് ഞാൻ പറഞ്ഞത് ഇത് ചേർക്കണമെന്ന്. ചെടികളിൽ നൈട്രജൻ്റെ പിന്നെ ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ചയ്ക്ക്, അതേപോലെ തന്നെ മണ്ണിൽ പിന്നെ വായുസഞ്ചാരം എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ നൈട്രജൻ കണ്ടന്റ് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി വെള്ളം ഇങ്ങനെ നാടി തളിച്ചാൽ മാത്രം മതി. ഇനി ഒരു ലെയർ കൂടി നമുക്ക് എന്ത് ചെയ്യാം, കരിയില ഇട്ട് കൊടുക്കാതെ. ഇത് കണ്ടോ, ഓൾറെഡി നനഞ്ഞ കരിയിലകളാണ്.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനിയിപ്പോൾ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ നനഞ്ഞ കരികലകൾ വെറുതെ നമ്മൾ കൂട്ടിയൊരു സ്ഥലത്തിട്ടാലും മഴവെള്ളം വീണിട്ടോ ഈർപ്പം തട്ടിയിട്ടോ ഒക്കെ അതെന്ത് ചെയ്യും പൊടിഞ്ഞ് വിഘടിച്ച് കമ്പോസ്റ്റായിട്ട് മാറിക്കോളും. അത് വെറുതെ എടുത്തിട്ട് നമ്മൾ ചെടീൻ്റെതോ കൃഷീൻ്റെ ഒക്കെ മൂട്ടിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ മാത്രം മതി. അതൊരു വളം തന്നെയാണ്. ഇത് നമ്മൾ കുറച്ചുകൂടി ഒരു വലിയ രീതിക്ക് നമ്മൾ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ പ്രത്യേകത. ഇഷ്ടം നമ്മളിതൊന്നും ഉണ്ടാക്കാൻ വേണ്ടി ഒരു മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ബുദ്ധിമുട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ല അടിപൊളി വളം നമുക്ക് ഉപയോഗിക്കാം. ജൈവവളമായതുകൊണ്ട് നമുക്ക് നമ്മളുടെ കൃഷിയിലൊക്കെ പ്രയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റും. വിളവെടുപ്പിക്കുമ്പോൾ നല്ല ജൈവ പച്ചക്കറി തന്നെ നമുക്ക് കഴിക്കാം. കമ്പൊന്നും വേണ്ട നമുക്ക്. അത്യാവശ്യം വെയിറ്റ് ആയിട്ടുണ്ട് സാധനം. കരിയിലാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ഉണ്ട്. നമ്മളങ്ങനെ ഒരു ലെയർ കരിയിലും കൂടി ഇട്ടു, അതിലും കുറച്ച് വെള്ളം തെളിച്ചു. ഇനി കുറച്ച് പച്ചലയും കൂടെ ഇട്ടിട്ട് നമ്മളൊന്ന് അടുത്ത ഒരു സെറ്റ് കരിയിലും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളിത് ക്ലോസ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം തെളിച്ച് കൊടുക്കട്ടെ. കാരണം ഈർപ്പത്തിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് ഇതിനകത്തൊരു മെയിൻ കണ്ടൻ്റാണ്. ഡ്രൈ ആയിട്ടിരിക്കാൻ പാടില്ല. ഈർപ്പുണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് വിഘടനം നടക്കത്തുള്ളൂ. നമ്മളെടുത്ത വാഴയുടെ തന്നെ കുറച്ച് ഉണങ്ങിയ കരിയിലാണ് കേട്ടോ. ഇതൊക്കെ പറ്റും നമുക്ക്. വാഴേൻ്റെ കരിയിലായാലും മതി. ഇപ്പോൾ ഇതേപോലത്തെ ഇലകൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ വാഴേൻ്റെ ഇല ഉണ്ടെങ്കിലും മതിയാവും. കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കി ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഫൈനലി നമ്മൾ ലാസ്റ്റ് ലെയർ കൂടി കരിയില നിറച്ചിട്ടുണ്ട്. എന്താ ചോദിച്ചത്? ലാസ്റ്റ് ലെയറാണ്. മതി, ഇത്ര മതി. കാരണം നമുക്കിനി കെട്ടാനുള്ള ഗ്യാപ്പ് കൂടി വേണ്ടേ. അപ്പോൾ ലാസ്റ്റ് ലെയർ കരിയിലയും കൂടെ ഇട്ടു. നമ്മൾ കുറച്ചുകൂടി വെള്ളം ഇങ്ങനെ ഇതിലേക്ക് തളിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല പുളിച്ച കഞ്ഞോളം കേട്ടോ. അപ്പോൾ അതിന് ചെറിയൊരു സ്മെല്ലുണ്ടാവും, അതൊക്കെ ഉണ്ടാവും. ഇനി നമ്മൾ നല്ലപോലെ കെട്ടി വയ്ക്കാൻ പോകണം. അപ്പോൾ ഇത് കെട്ടി വയ്ക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളോട് ശ്രദ്ധിക്കാണ്ട്, അതുകൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ പച്ചക്കറി വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ വേസ്റ്റ് മാത്രം കേട്ടോ, തോല് കാര്യങ്ങളൊക്കെ ഉള്ളിത്തോലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുത്താലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ലേ. അപ്പം നമുക്ക് നല്ല വെയിറ്റ് ആയിട്ടുണ്ട് ഈ സാധനം. നമുക്ക് എന്ത് ചെയ്യാം, നല്ല പോലെ അമർത്തിയിട്ട് കെട്ടി വയ്ക്കാതെ. മതി, എന്ത് ചെയ്യാം, നല്ലപോലെ കെട്ടി വയ്ക്കാം. ഞാൻ കയറെടുത്തോണ്ട് വരട്ടെ. ഓക്കെ, മതി. അങ്ങനെ നമ്മളിത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ റോപ്പ് കൊണ്ട് നല്ലപോലെ കെട്ടി ടൈറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഇവിടെ ഇനിയും നോക്ക് എത്രത്തോളം കരിയിലുണ്ടായിരുന്നു എന്നൊക്കെ വൃത്തിയായില്ലേ ചക്കരെ? നല്ലപോലെ വൃത്തിയായിട്ടുണ്ട് അല്ലേ? ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ അല്ല ഇത് ശരിക്കും ഇനിയും വേണമെങ്കിൽ ഒരു 10 ചാക്ക് ചെയ്യാനുള്ള കരികല ഇവിടെ കിടക്കുന്നുണ്ട് അല്ലേ? ഡെയിലി ചെയ്താൽ മതി. അതെ, ഞാൻ വിചാരിച്ചു നമുക്ക് എന്തായാലും ചെയ്യുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് കാണിച്ചു കൊടുത്താൽ എന്ത് ചെയ്യാം, ആർക്കെങ്കിലൊക്കെ കൃഷിനോട് താല്പര്യം ഇതേപോലെ ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൂടി ഉപകാരപ്രദമാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇതൊരു വീഡിയോ ആയിട്ടാണ് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ നമ്മളേതായാലും നല്ലപോലെ ടൈറ്റ് ചെയ്ത് കെട്ടി റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഇപ്പോൾ ഈ സാധനം. ഇനി ഇതിനകത്ത് ചെറിയ ഒരു പണി കൂടി നമുക്കിത് ചെയ്യാണ്ട്. അത് എന്താണെന്ന് ഇപ്പോൾ പറഞ്ഞുതരാം. ഇതിനകത്ത് നമുക്ക് വായു സഞ്ചാരം പ്രോപ്പറായിട്ട് കടക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഇതിലേക്ക് ചെറിയ ഹോളുകൾസ് ഇട്ട് കൊടുക്കണം, ചെറിയ ദ്വാരങ്ങൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്ത സ്ഥലത്ത് വേണം ഇത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഭാഗത്തൊക്കെ വലുതായിട്ട് സൂര്യപ്രകാശം നേരിട്ട് വരത്തില്ല. അപ്പോൾ അവിടേക്ക് മാറ്റി വെച്ചാൽ എന്ത് ചെയ്യാം, ഇത് അവിടെ ഒതുങ്ങിയ സ്ഥലത്തിരുന്ന് റെഡി ആയിക്കോളും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഇത് ഹോളിടാൻ വേണ്ടിയിട്ട് ചെറിയൊരു കമ്പി എന്തെങ്കിലും കൊണ്ടുവരട്ടെ. അപ്പോൾ ഞാനൊരു പപ്പടത്തിൻ്റെ ചെറിയ പപ്പടക്കോരി എന്നൊക്കെ പപ്പടക്കോലെന്നൊക്കെ പറയില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെറിയ കണ്ണുകൾ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നല്ലപോലെ എയർ സർക്കുലേഷൻ നടക്കും ഇതിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ എയർ സർക്കുലേഷൻ മെയിനാണ് ഈ ഒരു സാധനം ജീർണിച്ച് വളമാവണമെന്നുണ്ടെങ്കിൽ. രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് 1 രൂപ ചിലവില്ല എന്നുള്ളതാണ്. നമ്മൾ ശരിക്കും വളം വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കാശ് കൊടുത്തിട്ട് വേണം വളം വാങ്ങാൻ. 1 കിലോയ്ക്ക് നല്ല വില ഉണ്ടാവും. അപ്പോൾ അത് കൊടുത്തിട്ടാണ് നമ്മൾ പിന്നെ വളം വാങ്ങുന്നത്. അതും നമുക്ക് വിഷമുള്ള വളം വാങ്ങുന്നതിനേക്കാളും നല്ലത് 1 രൂപ ചിലവിൽ എന്ത് ചെയ്യാം, ഇങ്ങനത്തെ ജൈവവളം നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇത് മാത്രമല്ല കേട്ടോ, അടുക്കള മാലിന്യങ്ങൾ കൊണ്ട് നമുക്ക് വളം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് മെത്തേഡുകളുണ്ട്. ഇതിപ്പോൾ നമുക്കിവിടെ ഒരുപാട് കരിയിലുള്ളതുകൊണ്ട് എന്ത് ചെയ്തു, ഞാൻ ഈ ഒരു മെത്തേഡ് ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ. മതി.
ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ നല്ലപോലെ ഹോള് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമുക്ക് അവിടെ കൊണ്ട് കീപ്പ് ചെയ്യാൻ ചക്കരെ വായോ. ഗോ. ഇവിടെ പോയി പോവഴി അവിടെ എത്തി. നോക്കി ഇവിടെ കൂടെയൊക്കെ കരികളുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ കരികളുണ്ട് നമ്മളെ ഈ പുറത്തായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ചെയ്യാം, അതായത് അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ ഈ ഒരു ചെയ്ത സംഭവം ഇവിടെ റെഡിയാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 15 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സാധനം എടുത്ത് നേരെ തിരിച്ച് ഇതേപോലെ ഇങ്ങനെ വെക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ മുകളിലത്തെ ഭാഗത്താണല്ലോ ചെറിയ എയർ സർക്കുലേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവുക. ഇതെടുത്ത് നേരെ തിരിച്ച് വെക്കുമ്പോൾ എന്ത് ചെയ്യും, ആ ഭാഗം നേരെ മുകളിൽ വരുമ്പോൾ അവിടെയും കൂടി നല്ലപോലെ റെഡിയാവും. അപ്പോൾ ഒരു 15 ദിവസം കൂടുമ്പോൾ അങ്ങോട്ടും കൊണ്ട് തിരിച്ചും മറിച്ചും വെച്ചാലൊക്കെ നല്ലതാണ്. നമ്മൾ ഇവിടെ ഒരിടത്ത് ഒതുങ്ങിയിരിക്കും, ഇവിടെ ഇരുന്നോട്ടെ അല്ലേ. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മുടെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു 90 ദിവസമൊക്കെ എടുക്കും ഓൾമോസ്റ്റ് റെഡിയാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എന്തായാലും ആ പൊട്ടിക്കുന്ന സമയത്ത് എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതെങ്ങനെ ആയി എന്നുള്ളത്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ നിങ്ങളെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ എന്തായാലും ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം. ബൈ 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 ബൈ.